ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ രാവിലെ എണീച്ചുള്ളൂ കേട്ടോ. ഇനി പല്ലൊക്കെ തേക്കണം. നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച ഇവിടെ കേട്ടോ, സൈക്കിൾ കാര്യങ്ങളവിടെ ഉണ്ട്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ, അവിടെയാണ് അടിച്ചത്. വീടിൻ്റെ ഫ്രണ്ടിലടിച്ച കാരണം ഇന്നലത്തെ ഇവിടുത്തെ വീട്ടുകാർ ഇന്നലെ നമ്മൾ വീടൊക്കെ ഏൽപ്പിച്ചിട്ടാണ് ഇവർ പോയത്. കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നാൽ ഈ വീടിൻ്റെ അവിടെ ടെൻ്റ് അടിക്കാൻ കിട്ടിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ മൈക്ക് ബ്രോയുടെ ഫ്രണ്ടാണ് ഫ്രാങ്കി ബ്രോ. പുള്ളിയാണ്, അവരുടെ ഒരു റൈഡേഴ്സ് ക്ലബ്ബ് ഉണ്ട്. അങ്ങനെ ആ പുള്ളി എന്നെ ഇങ്ങോട്ട് വിളിച്ച് പുള്ളി അറേഞ്ച് ചെയ്ത് തന്നേട്ടാ. ബാക്കി എല്ലായിടത്തും ചോദിച്ചിട്ട് പൈസ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ എന്താ അവസ്ഥ എന്നാലേ ഞാനത് മനസ്സിൽ നിന്ന് പോകില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ. നമ്മൾ ടെൻ്റ് അടിക്കുന്ന സ്ഥലം ചോദിച്ചപ്പോൾ അപ്പോൾ പൈസ ചോദിച്ചു. അപ്പോൾ എന്തായാലും അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ എണീച്ച് ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോൺ ക്രിയാറ്റ് പോകണേണ് അല്ലേ, നാട്ടെ വീട്. അപ്പോൾ ആളുടെ ബ്രദറിൻ്റെ വീട്, അങ്കിളിൻ്റെ വീടാണ്. അപ്പോൾ ആളെ ഞാൻ ആദ്യം വിളിച്ചു കേട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലെ ഇന്നലത്തെ ഫുഡിൻ്റെ ബാക്കിയിരിപ്പുണ്ട്, അതായത് കറി ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ചോറുണ്ടാക്കണേ. ഇനിയിപ്പോൾ ആ സമയം കൊണ്ട് പല്ല് വെക്കണം, ഒന്ന് സെറ്റാണ്, എന്നിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ എന്തായാലും പല്ലൊക്കെ തേച്ച് സെറ്റായി കഴിഞ്ഞിട്ടാണ് കേട്ടാ നമ്മളെ ഇപ്പോൾ എണീച്ച് സൈക്കിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടാ. അപ്പോൾ ഇവരെ പരിചയപ്പെട്ട്. ഹായ്, आपका नाम क्या है? My name is Manmaha. मनमहा. हाय दीदी, आपका नाम? My name is Angela Rakhar. अच्छा भैया हाय. तो ഞങ്ങൾ എനിക്ക് ബ്ലോഗ് ചെയ്യാത്ത. അപ്പോൾ ഇവിടെ രാവിലെ എണീച്ച് ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പോൾ ഒരു ചായ കാര്യങ്ങളൊക്കെ തന്നു, സ്നാക്സ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് കിतना दूर है? 8 കിലോമീറ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നമ്മൾ നോൺ ക്രിയാറ്റാ പോകുന്നത് ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ടെൻറ്റ് കാര്യങ്ങളൊക്കെ മടക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇന്നും നമ്മൾ തള്ളിക്കൊണ്ടാണ് യാത്ര. എനിക്ക് വേണമെങ്കിൽ വണ്ടി അവിടെ വെക്കാറ്, കാരണം ഇപ്പോൾ സാധനങ്ങൾ ഇത്രയുണ്ട്. ഭക്ഷണം ഉണ്ടാക്കണം, കിടക്കണം രാത്രി. അപ്പോൾ ആ ടെൻറ്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൈക്കിളും കൂടെ എടുത്തത്. ഇവിടെയൊക്കെ നമ്മൾ ഇന്നലെ വന്ന വഴിയാണ്. ഇത് നോക്കി, ഇവിടുത്തെ ടെൻ്റ് അടിക്കാൻ അത്ര സ്ഥലം ഉണ്ടല്ലോ. ശരിക്കും ഇവിടേക്ക് നമ്മൾ ടെൻ്റ് അടിക്കണമെങ്കിൽ ഇവിടുത്തെ മെയിൻ ആളുണ്ട്, ആളുടെ പെർമിഷൻ മേടിക്കണം. ആൾ പറയണത് പൈസ കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. എന്താണ് ടെൻ്റ് അടിക്കണതിനൊക്കെ പൈസ. നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ്. നമ്മൾ ഇവരോടൊന്നും വേറെ ഒന്നും ചോദിക്കാറില്ല. ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവരുടെ വീടിൻ്റെ പുറത്താ, അവിടെ എവിടെയും ടെൻ്റ് അടിക്കണമെന്നില്ല. നമുക്ക് എവിടെയെങ്കിലും വഴിയിൽ ഒരു ഫ്രീ സ്പേസൊക്കെ കിട്ടുമല്ലോ, അവിടെ അടിക്കണമെന്ന് ഞാൻ ചെയ്യുന്നതിനെ ചേർന്ന് ഒരാൾ സമ്മതിക്കല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫ്രാങ്കി ബ്രോ വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു സെറ്റപ്പ് കിട്ടി. അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടാ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് നോൺ ക്രിയാറ്റിലേക്കാണ്. ഞാനിങ്ങനെ തള്ളിക്കൊണ്ടേക്ക് എൻ്റെ വീഡിയോ എടുക്കണം, വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ. ഇന്നലെ ഇവിടേക്ക് വെച്ച് ഒരാളെ കണ്ടുകൂട്ടിയതാണ്. അപ്പോൾ ആളും എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പൈസയുടെ കേസാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലേ നമ്മൾ ഇത്രയും യാത്ര, നമുക്ക് വേറെ ഒന്നും വേണ്ട, ഭക്ഷണം ഒന്നും വേണ്ട, ഒന്ന് രാത്രി ടെൻ്റ് അടിക്കാൻ കുറച്ച് സ്പേസ് മതി. ഫോൺ കുത്തിയിടാൻ ചാർജ് ചെയ്യില്ല, പക്ഷേ അതില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ എന്തെങ്കിലും കാണിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. രാത്രി ഒന്ന് കിടന്നിട്ട് രാവിലെ ഒന്ന് എണീച്ച് പോകാം, അത്രേ നമ്മൾ ആഗ്രഹിക്കുള്ളൂ. എന്നിട്ടും അതൊക്കെയാണ് അവസ്ഥ. പിന്നെ അല്ലേ നമുക്ക് മുന്നോട്ട് പോകട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ, ചെറിയ രീതിയിൽ. നമ്മളെ ഇങ്ങനെ പോണ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഇങ്ങനെ ഹെയർ പിൻ പോലത്തെ വളവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഫുള്ള് ഇറക്കോട്, നമുക്കൊരു രക്ഷയില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, തള്ളിക്കൊണ്ട് തന്നെ ഇറക്കണം കേട്ടോ. അതാണ് അവസ്ഥ. ഇതിങ്ങനെ ഇറങ്ങി വേണം കേട്ടോ നോൺ ക്രിയാറ്റ് പോകാൻ വേണ്ടി. ഇതാണ് അവസ്ഥ. നമുക്ക് ഇറങ്ങി പോകണമെന്നുണ്ട്, പക്ഷേ സൈക്കിള് വഴിയാണ്, അതാറ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വഴിയില്ലല്ലോ അടച്ചവനെ. ഇതുണ്ട് അവസ്ഥ. ഞാനും പയ്യെ ഇറങ്ങാതെ ഇവിടെ ചോദിച്ചു. ഇവിടെയൊക്കെ ആരോ കത്തിച്ചിട്ടുണ്ട് നോക്കിയാൽ, ഫുള്ളിങ്ങനെ കരിഞ്ഞിരിക്കണ്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, വെയിൽ അങ്ങനെ ഇല്ല, നല്ല തണുപ്പുണ്ട്. ഇവിടെ നാച്ചുറൽ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടാ. ഇവിടെ ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഓരോ ഇതിനും ഓരോ ബോർഡ് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണ് ഉണ്ടെന്ന് തോന്നുന്നത്. അത് ഈ റെയിൻബോ ഫാളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇറങ്ങാം കേട്ടോ. നാച്ചുറൽ സ്വിമ്മിങ് പൂളാണ് അതൊക്കെ. അപ്പോൾ അവിടെ ഇറങ്ങാം. ഇതൊക്കെ അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഞാൻ ആലോചിക്കുന്നത് പറ്റുമെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർ, ഇതാ ഞാൻ പറയാം, ടെൻ്റ് അടിക്കണതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഫുഡിനുള്ള സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് ഉണ്ട്. ആൾക്കാർ ഒന്ന് നോക്കിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതാണ്, ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടിയാൽ മതി. ഇനി ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടാ നമ്മൾ പോണ റൂട്ട് പോയിക്ക്.
കണ്ടില്ലേ ഇങ്ങനെ ഒരു ചെറിയൊരു സ്പേസാണ്. വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവും കേട്ടോ. അങ്ങനത്തെ സ്പേസാണ്. ബ്രേക്ക് പിടിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങണം. ഇതാണ് അവസ്ഥ. പക്ഷെ അടിപൊളിയാണ് നമ്മളിങ്ങനെ ഈ റൂട്ടിലൂടെയൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി അടിപൊളിയാണ്. എനിക്ക് മഴ ടൈമിലൊക്കെ സീനാണിക്കോടാ. എനിക്കൊന്നിട്ട് ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാവും തോന്നുന്നു ഈ റൂട്ടിൽ. അത്യാവശ്യം ടൂറിസ്റ്റുകൾ പോകണ്ട ഇപ്പം. ഞാൻ കണ്ടായിരുന്നപ്പോൾ ഒരുപാട് വണ്ടിയെടുത്ത് പോകുന്നുണ്ട്. ഇവിടുത്തുകാരാണെന്ന് അറിയില്ല കേട്ടോ കറക്റ്റ്. പിന്നെ ടാക്സി കുറേ പോകണ്ടായിരുന്നു, അതിൽ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഒരു ബസ്സൊക്കെ പോകണ്ട, ഒരു വലിയ ബസ് 2-3 എണ്ണമൊക്കെ പോയായിരുന്നു. അതിലും അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു, ടൂറിസ്റ്റുകളാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ പോകണമെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അതെ അവിടെ ഒന്ന് ജസ്റ്റ് നിർത്തിയാൽ അത്യാവശ്യം കോടയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒരു ക്ലിയർ ഇല്ലാത്തത്. എനിക്ക് തോന്നുന്നു നോൺ ഗ്രാറ്റ് എന്ന് പറഞ്ഞാൽ അതാണെന്ന് തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വേണം പോകാനായിട്ടാ. 4 കിലോമീറ്റർ പിന്നെ പ്ലസ് 1 കിലോമീറ്റർ കൂടെ ആയിട്ട് എൻ്റെ കാലിലൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാല് ഭയങ്കര വേദന, കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ കാലാണ്. അപ്പോൾ അത് ഇപ്പോഴാണ് പണി കിട്ടി. ആ ട്രക്കിങ് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു നൈസ് പണി കിട്ടിയിട്ടുണ്ട്. എന്തെല്ലാം പണികളാന്ന് ഞാൻ ആലോചിക്കണം. ഇവിടെയൊക്കെ ഫുള്ള് പൂഴിയിട്ട് ഇങ്ങനെ ഇതാക്കണേട്ട് ഇവർ ഇതിങ്ങനെ ഒലിച്ചൊലിച്ച് പോകണുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് എന്തെങ്കിലും തെഞ്ഞങ്ങ് മറിഞ്ഞ് വീഴും. ഉണ്ടല്ലേ, എനിക്ക് തോന്നണേ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് ഇവർ പൊട്ടിച്ചെടുത്തിട്ട് അവിടെ നിന്നാണ് ഈ പൂഴി ഇങ്ങാടേക്ക് ചെയ്യണേന്ന് തോന്നണ്ട. നല്ല അടിപൊളിയാണ് കേട്ടോ. വെയിലുണ്ട് ഇപ്പോൾ, അത്യാവശ്യം വെയിലുണ്ട്. എന്നാലും ആ ഒരു തണുപ്പുണ്ട് കേട്ടോ ഇപ്പം. ഇവിടെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. ഞാൻ പയ്യെ കേട്ടോ പോവാം, കാരണം കാല് ഭയങ്കര വേദനെടുക്കുന്നുണ്ട്. എന്തൊരവസ്ഥയാണ്. പിന്നെ വേറൊരു റൂട്ടുണ്ട് ഇവിടെ. നമുക്ക് ദൗക്കിലേക്ക് പോകാൻ വേറൊരു റൂട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ചുറ്റലാണ്. പക്ഷേ റൂട്ട് അടിപൊളിയാണെന്ന് തോന്നിട്ട്, ഫോറസ്റ്റ് റൂട്ടാണ്. എൻ്റെ സൈക്കിളൊന്ന് സെറ്റാണെങ്കിൽ ഞാൻ ആ റൂട്ട് തിരഞ്ഞെടുത്തേനെ. ശരിക്കും ആ റൂട്ട് അത്യാവശ്യം ദൂരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കറങ്ങിയായിട്ട് പോകണം. റൂട്ട് അടിപൊളിയാണെന്ന് കേട്ടാൽ എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതാ അവിടെ ഒരു റോഡ് കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ റോഡ് പോലെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ റൂട്ടാണെന്ന് തോന്നുന്നു. കണ്ടില്ലേ, അങ്ങാട് കണ്ടില്ലേ, ആ റൂട്ടാട്ടെ. ഈ മഞ്ഞിങ്ങനെ, അതായത് കോട ഇങ്ങനെ നിൽക്കണോണ്ടായിട്ടൊന്നും കാണാൻ പറ്റാതെ അങ്ങനെ റൂട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നുണ്ട് ദൗക്കിലേക്ക് പോണ റൂട്ടാണെന്ന് തോന്നുന്നത്. അതായത് ബംഗ്ലാദേശ് ബോർഡറാട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബംഗ്ലാദേശ് ബോർഡറിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ്. എനിക്കിപ്പോൾ ദൗക്കി പോയി കഴിഞ്ഞാൽ അവിടെ അടുത്താണ്. അപ്പം ഞാൻ ആലോചിക്കണേ എന്തായാലും ഷിലോങ് പോകണം, സൈക്കിൾ ശരിയാക്കണം, എന്നിട്ട് വേണം കേട്ടോ പോകാൻ. ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് യുണീക്ക് ഇൻ ദി വേൾഡ്. കാരണം ഇത് യുണീക്കാണ് കേട്ടോ. ലോകത്തിലാണ് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനി വേറെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാകുന്ന അറിയില്ല. പക്ഷേ യുണീക്കാണ് ഈ സാധനം, ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ്. കാരണം മേഘാലയയിലെ ഒരു ഐക്കോണിക് സംഭവം കേട്ടോ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നമ്മൾ കുറേ നേരമൊക്കെ ഇപ്പോൾ റെസ്റ്റൊക്കെ എടുത്ത് പയ്യാണ് കയറണം. കാല് ഭയങ്കര വേദനയുണ്ടേ. ഞാൻ പറഞ്ഞ ലിഗമെൻറ്റിൻ്റെ ഇതുള്ള പണി കിട്ടിയ കാലിൽ തന്നെയാണ് ഇപ്പോഴും പെയിൻ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പയ്യെ ഉണ്ടാവണം. ഇന്നിപ്പോൾ കയറാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നില്ല. എന്തായാലും റെസ്റ്റൊക്കെ എടുത്തിട്ടേ നാളെ കയറാലാന്ന് വെച്ചിരിക്കണം. ഇൻഷാ അല്ലാഹ് പയ്യെ ഇറങ്ങാട്ടാ. നല്ല വേനുണ്ട് കാല്. അവസ്ഥകളെ നമ്മളെ വന്ന റൂട്ട് ഇങ്ങനെ ഉണ്ടാ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ടിർന വില്ലേജ് 1/2 കിലോമീറ്റർ, പിന്നെ സൊഫി വില്ലേജ് 1.63 കിലോമീറ്റർ, ലിവിങ് റൂട്ട് ബ്രിഡ്ജ് 4 കിലോമീറ്റർ, 4.5 കിലോമീറ്റർ, അങ്ങനെ ഈ റൂട്ടാണ്ട് ഇറങ്ങി പോകാനുള്ള. എന്തായാലും നമുക്ക് പയ്യെ അങ്ങോട്ട് പോകാം. ട്രക്കൊന്നും ഈ റൂട്ട് വരൂല കേട്ടാ, അത് റെസ്ട്രിക്റ്റഡ് ആണ് ഈ റൂട്ട്. ഈ റൂട്ടിന് ഇറങ്ങി തന്നെ വേണം പോകാൻ കേട്ടാ. നമ്മളങ്ങനെ ടിർന എന്ന് പറഞ്ഞ വില്ലേജിലെത്തിയേട്ടാ. ഈ കാണുന്നതാണ് വില്ലേജ്. നമ്മളവിടെ നിന്ന് പോകുന്നട്ടാ. എനിക്ക് ഞാൻ എമർജൻസി ആയിട്ടൊന്ന് ബാത്റൂം കയറേണ്ടി. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ കണ്ട്. അപ്പോൾ അവരോട് ചോദിച്ച് അങ്ങനെ ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേണം കേട്ടോ. കുറച്ച് അങ്ങോട്ട് ഉണ്ട് പോകാൻ. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇത്ര നേരത്തെ ട്രക്കിങ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ട്രക്ക് ചെയ്യാൻ പറ്റൂല. ഇന്നിപ്പോൾ എത്തുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റൂല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം 4 മണിയാറായി തോന്നുന്നു. ടൈം എത്രയും നോക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഏകദേശം 3:15. ഇനിയിപ്പോൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു 3:45 ടൈമൊക്കെ ആവും. അപ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ടെൻ്റ് അടിക്കാൻ പറ്റുമോ കൂടെ നോക്കണം, അന്വേഷിച്ച് നോക്കാം. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാട്ടാ. നമ്മളങ്ങനെ ഡബിൾ ഡക്കർ റൂട്ട് ബ്രിഡ്ജ് പോണ റൂട്ടിലെത്തിയാട്ടാ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ആയിട്ട് ഞാൻ പാർക്ക് ചെയ്താൽ കണ്ടില്ലേ. അത്യാവശ്യം വണ്ടികൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റില്ല, സെയിം അവസ്ഥ തന്നെ കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്താലും ഇവിടെ ഫുള്ള് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ടെൻ്റ് അടിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതൊരു പണിയാണ്. ശരി, ഞാൻ വന്നത് ലേറ്റായിപ്പോയി, അതാണ്. അല്ലെങ്കിൽ നമുക്ക് കണ്ടിട്ട് പോരാറുന്നു. എനിക്കിവിടെ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ ഇന്ന് ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇവന്മാർ സമ്മതിക്കില്ല, അതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ടൂറിസ്റ്റ് സ്പോട്ടായി പോയില്ലേ. അപ്പോൾ ഇതാണ് റൂട്ട്. ഇനിയിപ്പോൾ ഇവിടെ നേരെ പോകണം വെൽക്കം ടു ടിർണ എൽക്ക ടൂറിസം. അപ്പോൾ ആ റൂട്ടായിട്ട് നമുക്ക് പോകാനുള്ള. എന്തായാലും നോക്കാം, ഇവിടെ ടെൻ്റ് അടിക്കണമല്ലോ. പക്ഷേ ലൊക്കേഷൻ നോക്കട്ടെ. ഇതിൻ്റെ മേലിൽ ഇവരോട് ഞാൻ ചോദിച്ചു നോക്കിയാൽ, പക്ഷേ ഇവർ സമ്മതിച്ചില്ല കേട്ടോ. ഇവരൊക്കെ ഒരുമാതിരി മെനകെട്ട ആൾക്കാർ. പറഞ്ഞിട്ട് കാര്യമില്ല, ടൂറിസ്റ്റ് സ്പോട്ടല്ലേ, അവർക്ക് അവരുടെ കച്ചവടം നടക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്തായാലും നോക്കാം നമുക്ക്. നമ്മളെ ഇപ്പോൾ ഒരു സ്ഥലം കിട്ടി ടെൻ്റ് അടിക്കാൻ വേണ്ടി. ഇപ്പം അങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. ഹായ്, आपका नाम क्या है? MAHAM. अच्छा, आपका उधर चार्ज है टेंट लगाने के लिए? पैसा भी है? नहीं श्योर? ओके पैसे लगा। अच्छा तो इधर नहीं है ना, इधर से मैं बहुत आदमी को पूछेगा पैसा, तो बाकी स्टेट में कुछ नहीं बोलेगा। बोलो ठीक है ना? अच्छा आदमी है आप, अच्छा आदमी है। अच्छा അറേ പൈസ വേണ്ട ഇല്ലെന്നാ പറഞ്ഞാൽ നമുക്ക് എന്തായാലും പോയി നോക്കാട്ടാ. കാരണം എല്ലായിടത്തും അങ്ങനെയാണ് ചോദിക്കണത്. ഒരു ഇല്ലെന്നാ പറഞ്ഞാൽ എന്തായാലും പോയി അന്വേഷിച്ച് നോക്കാം. എന്തായാലും ടെൻ്റ് അടിക്കാം. ഓക്കെ, ഇഷ്ടംമാതിരി ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അങ്ങനെ ടെൻ്റ് അടിക്കാൻ സ്ഥലം കിട്ടി. അപ്പോൾ ഇവിടെയാണ് കേട്ടോ ടെൻ്റ് അടിക്കണം. നമ്മുടെ സൈക്കിളുണ്ട്. ഇവന്മാർ രണ്ടുപേരാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. ആദ്യം ഇവന്മാർ നമ്മളോട് പറഞ്ഞത് പൈസ വേണമെന്നാണ് പറഞ്ഞാൽ. പിന്നെ ഇപ്പോൾ രണ്ടാമത് ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നാളില്ല ഇങ്ങനെ ഇങ്ങനത്തെ മനുഷ്യരാണ് ഇവിടെ ഇത്രയും നമ്മൾ നാട്ടിലൊക്കെ പോയിട്ട് ആൾക്കാർ ടെൻ്റ് അടിക്കുക, അതും ഈ സ്ഥലത്താണ് അവൻ എന്നോട് പൈസ ചോദിച്ചത്. അപ്പോൾ മനസ്സിലായി. പിന്നെ ഇവന്മാർ പോയി വീഡിയോ എടുക്കാണ്ടാവും പോയാന്ന് തോന്നാണ്. ഇത്ര നേരം സംസാരിച്ചിരുന്നേണ്ട. അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാർ കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഐഡിയ ഇല്ല എന്താവുമെന്ന്. അതിപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ അവന്മാർ പോയി. എന്തായാലും നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് വെച്ച്. ഇവിടെ ആകുമ്പോൾ കുഴപ്പമില്ല, കല്ല് കാര്യങ്ങളൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പന്നിയുടെ ഫാമാണ് കേട്ടോ. സ്മെല്ലടിക്കാണ്ട്. इधर सेट है ब्रो. ओ उधर क्या करेगा आप? ओ लाइटिंग, ओ तो ये पूरा No. अच्छा, എനിക്ക് ക്യാമ്പ് സെറ്റ് ചെയ്ത് തന്നെ കേട്ടോ. എനിക്കറിയില്ല ഉണ്ടാകും. ഇവിടെ കത്ത് പിടിക്കുമെന്നാണ് തോന്നണം. നമുക്ക് എന്തായാലും ടെൻ്റ് അടിക്കാം. ഇവിടുത്തെ നാട്ടുകാരൊക്കെ ഭയങ്കര ഇതാണ്ട. എല്ലാവർക്കും ഈ പൈസ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കിടക്കണം. എന്താണല്ലേ, ശരിയാണ്, ടൂറിസ്റ്റ് സ്പോട്ടുകൾ തന്നെയാണ്. പക്ഷേ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നോക്കി എനിക്ക് ഇവിടെയാണ് അവൻ സ്പേസ് ആദ്യം തരാമെന്ന് പോയത്. എന്നിട്ട് അവൻ രണ്ടാമത് പൈസ വെച്ചിരിക്കണം ആദ്യം തന്നെ. പക്ഷേ എന്നിട്ട് ഞാൻ അവിടെയുള്ള ആൾക്കാരുടെ മുമ്പ് വെച്ച് ഉമ്മാരെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞ നിങ്ങളെന്ത് മനുഷ്യന്മാരാണ്, ഇങ്ങനെ ഒരു ആൾക്കാർ വരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം കിട്ടിയതാണ്. ഹേ ബ്രോ, आपका घर इधर है? आपका घर इधर है? हाँ ऊपर है. अच्छा ओ फिर हमको आपका दोस्त है. अच्छा ओ आप क्या कर रहे, काम किया था इधर और सब कुछ काम करेगा इधर? हाँ. वो क्या है काम? गाइड लोकल गाइड. ओह अच्छा बहुत अच्छा. अभी पता नहीं, मेरा पता. अच्छा ओके. आपको कांटेक्ट में है तो आप बोलो, तो उस टाइम नेक्स्ट एक आदमी आएगा. You will coming back here and then you बोलो MAHAM. ओके मीन्स अब उधर नेक्स्ट आदमी इधर आएगा, उनको भी हेल्प आएगा, कॉन्टैक्ट है तो गाइड वगैरह भी चूज़ करने के लिए आपको नंबर बोल दो. नंबर फोन खराब हो गया कैसे कनेक्ट करेगा आपको? मेरा सन है. अच्छा मेरा शादी करेगा. अच्छा शिलोंग से. मतलब है ना, वो आपको फोन वगैरह कुछ नहीं तो आदमी को कैसे कॉन्टैक्ट करेगा आपको? ओके
എന്തായാലും ആട്ടെ ഇവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാതിരിക്കണേക്കും നല്ലത്. കാരണം ഇനിയിപ്പോൾ ഹെൽപ്പ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക്. പക്ഷേ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, ഉമ്മര ആദ്യം ഭയങ്കര വള്ളിയായിരുന്നു. എന്നാൽ ഉമ്മര അവരുടെ മുമ്പിലിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഉമ്മാർ പിന്നെ മാറ്റി എന്നോട് പറഞ്ഞ് കുഴപ്പമില്ല ഞങ്ങൾ തരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ആലോചിക്കുന്നത് എന്തൊട്ട് മനസ്സിന്ന് കൊള്ളാം. അപ്പം എന്തായാലും എനിക്ക് ടെൻ്റ് അടിക്കാൻ അവരവിടെ കത്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടെൻ്റ് അടിച്ചത് ഇവിടെ കേട്ടാ, ശരിക്കും വേറെ എവിടെയും കിട്ടിയില്ല. ഒന്നാമത്തെ കേസ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ ബിസിനസ്സാണ്. ഇപ്പം ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അവർക്കത് കച്ചവടം കിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ മെയിനായിട്ട് പോണത് ടൂറിസം കൊണ്ടാണ് പോണത്. ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും ഗൈഡിൻ്റെ ജോലിയാണ്. അതായത് ഈ റൂട്ട് ബ്രിഡ്ജ് പോകാൻ വേണ്ടി ഗൈഡിനെ യൂസ് ചെയ്യാം. ശരിക്കും ഗൈഡൊന്നും വേണ്ട ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അത് വരുമാനമൊക്കെയാണ് എടുക്കണം. 1000 രൂപ വെച്ചാണ് ഒരു ഗൈഡിന്. പുള്ളിയും ഗൈഡാണ്, അവർ രണ്ടുപേരും ഗൈഡാണ് കേട്ടോ. അപ്പോൾ ഇവരെന്നോട് ആദ്യം പറഞ്ഞതാണ് പൈസ വേണോ. ഞാൻ പറയും പൈസയൊന്നും ഉണ്ടാവില്ല, ഞാനപ്പോൾ വേറെ ആൾക്കാരനെ ഉപയോഗിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അത് ഇതായി. അപ്പോൾ ഇവരങ്ങനെ പറഞ്ഞ് ഇവർ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞുകൊണ്ടെന്നാൽ രണ്ടുപേരും അടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ കേട്ടോ. ഇവിടെ ദാരു ഇത് കിട്ടും, അതായത് ലോക്കൽ ദാരു കിട്ടും. അത് എത്ര 100 രൂപ എന്തോ ഒരു ചെറിയ ബോട്ടിൽ. അപ്പോൾ അത് മേടിച്ച് കുടിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇതിൽ ഇങ്ങനെ പിന്നെ ഞാൻ ആളുടെ വീട്ടിലൊക്കെ പോയിട്ടാ. ആള് ആകെയൊക്കെ ഇറങ്ങി. ഞാൻ പിന്നെ അവിടെ ഇന്നില്ല, പിന്നെ ഞാൻ പോകും. അപ്പോൾ ഇവിടെ കണ്ടാ ടെൻ്റ് അടിച്ചേക്കണം. സൈക്കിൾ കാര്യങ്ങൾ പുറക്കിലുണ്ട്. എന്തായാലും നമ്മൾ നാളെ ഇൻഷാ അല്ലാഹ് റൂട്ട് ബ്രിഡ്ജ് പോകാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. നല്ല കിട്ടിലും വീഡിയോ ഇട്ട് അടുത്ത ദിവസം തന്നെ കേട്ടോ. നിങ്ങൾ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. നമ്മുടെ ചാനലിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബൈ.